ഞാൻ 1986 എഞ്ചിനീയറിംഗ് പാസ്സായത്. ഇന്ന് കാനഡയിലേക്ക് ആളുകൾ പോകാൻ ശ്രമിക്കുന്ന പോലെ അന്ന് ആളുകൾ പോകാൻ ശ്രമിക്കുന്നത് ഗൾഫിലേക്കാണ്. ഞാൻ പഠിച്ച് പാസ്സായ സമയത്ത് ഗൾഫിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ അവർ പറഞ്ഞു ഗൾഫ് ഫുൾ സാച്ചുറേറ്റഡായി, ഇനി അവിടെ ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല. ഇപ്പോൾ 2023 നമ്മളിരിക്കുമ്പോഴും ഗൾഫിൽ ഓപ്പർച്യൂണിറ്റികളുണ്ട്. അങ്ങോട്ട് ആളുകൾ പോകാനായിട്ട് പഴയതുപോലെ ഇല്ല എന്നുള്ളതാണ് പ്രധാനമായ കാര്യം. അല്ലാതെ ഗൾഫിൽ ഓപ്പർച്യൂണിറ്റി ഇല്ലാതാവുക എന്നുള്ളതല്ലേ. ഇപ്പോൾ നമ്മൾ പോയിരുന്ന സ്ഥലത്തേക്ക് മറ്റു നാടുകളിൽ നിന്ന് ഗൾഫിലേക്ക് ആളുകൾ വരികയാണ്. ഈ കാനഡയുടെ അല്ലെങ്കിൽ UK കാര്യത്തിലെല്ലാം അവിടെ ഓപ്പർച്യൂണിറ്റികൾ ഇല്ലാതായി അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ആയി എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവും ഉള്ള കാര്യമല്ല. കഴിഞ്ഞ വർഷം മാത്രം കാനഡയിലേക്ക് 1 മില്യൺ ആളുകളെയാണ് കാനഡ വെൽക്കം ചെയ്തത്. അതിൽ കേരളത്തിൽ നിന്ന് പോയ ആളുകൾ എത്രയുണ്ടോ? 7,000 10,000 ആളുകളെ ഉണ്ടാകുകയുള്ളൂ. ഈ എക്കോണമി എല്ലാം സാധാരണഗതിയിൽ തന്നെ ഗ്രോ ചെയ്യുകയാണ്. കൂടുതൽ ഇമിഗ്രൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന രാജ്യങ്ങളെല്ലാം ആ ഇമിഗ്രൻസ് കൊണ്ടുവരുന്ന പുതിയ എനർജി കൊണ്ട് കൂടുതൽ ഗ്രോ ചെയ്യുകയും ചെയ്യും. സോ ഈ 2 കാര്യം കൊണ്ട് തീർച്ചയായിട്ടും ഈ സ്റ്റുഡൻറ്റ് മൈഗ്രേഷൻ വിൽ കണ്ടിന്യൂ ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് വിൽ കണ്ടിന്യൂ ടു എക്സ്പാൻഡ്. ഇതിലൊരു സംശയവുമില്ല.